ഇന്നും ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. എൻ്റെ മോള് സ്കൂളിൽ പോയതിന് ശേഷമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നിന്നത്. ഇടയ്ക്കൊക്കെ എമർജൻസി കോൾ വന്നാൽ ഇക്കാക്ക് കമ്പനി പോകേണ്ടി വരും. അപ്പോൾ പിന്നെ വൈകിയാണ് വരാറ്. അതുകൊണ്ട് ഇന്നും അതെ, ഇക്കാക്ക് വൈകി പോയാൽ മതി. മോളെ കൊണ്ടാക്കി പോയി വരുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അടുക്കളയിലേക്ക് വന്നത്. നല്ല തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ട് ഒന്നിനും ഒരു ഉഷാറ് കിട്ടുന്നില്ല. ഇന്ന് മോളുടെ സ്കൂളിലേക്ക് വാട്ടർ മെലണാണ് കൊടുത്തുവിട്ടത്. ബാക്കിയുള്ളത് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചാൽ കുട്ടികൾ അതെടുത്ത് കഴിക്കും. ഒന്നാമതേ കോൾഡ് പിടിച്ചിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ഇപ്പോൾ ഇനി തണുത്തതും കൂടി കഴിച്ചാൽ അത് ശരിയാവില്ല. അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്ത് വെക്കുന്നത്. ഇന്ന് നല്ല സിമ്പിളായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. അമ്മയ്ക്കാക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണ്. എനിക്ക് അലർജിയുടെ പ്രശ്നമുള്ളതാണ്. അതുകൊണ്ട് ഇടയ്ക്കൊരു ശ്വാസത്തിൻ്റെ ബുദ്ധിമുട്ട് വരും. ഇപ്പം തണുപ്പായതുകൊണ്ടാണോ എന്നറിയില്ല, ഇന്നതുണ്ട്. അത് ചിലപ്പോൾ എൻ്റെ സംസാരത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. ഇപ്പോൾ ഞാനുണ്ടാക്കുന്നത് ഓട്ടപ്പമാണ്. ഇത് ഒറിജിനൽ അരി അരച്ചിട്ടുണ്ടാക്കുന്നതല്ല. ഇക്കാട് വീട്ടിൽ ഇക്കാട് ഉമ്മയൊക്കെ പറയുന്നത് ഇതിന് ഓട്ടപ്പം എന്നാണ്. ഇക്കാക്ക് ഇത് നല്ല ഇഷ്ടമായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. പക്ഷെ കുട്ടികൾക്ക് ഇത് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അവർക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കണം. കുട്ടികൾക്ക് ചപ്പാത്തി റോള് എന്തെങ്കിലും ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. മൈദപ്പൊടിയാണ് ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് ഒരു മുട്ടയും കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക, വെള്ളം ഒഴിച്ചിട്ട്. പിന്നെ കുറച്ച് ഏലക്കൻ്റെ പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ചൂടായ പാനിലിട്ട് ഒന്ന് ചുട്ടെടുക്കാം. ഒരിക്കൽ ഞാൻ ഈ ഓട്ടട അരി അരച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ടേസ്റ്റ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നാൽ ഇതും എനിക്കിഷ്ടമാണ്, ഇതും കഴിക്കാറുണ്ട്. ഈ ബാറ്റർ വെച്ചിട്ട് തന്നെ എൻ്റെ ഉമ്മ ഒരു ഐറ്റം ഉണ്ടാക്കി തരാറുണ്ട്. ഇതിപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും. ഓരോ ദോശയും ചുട്ടെടുത്തതിന് ശേഷം അതിലേക്ക് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തേങ്ങയും പഞ്ചസാരയും പിന്നെ ഏലക്കപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇതിൽ വെച്ച് ഒന്ന് റോൾ ചെയ്ത് തരും. എനിക്ക് സാധാ ദോശ ഇങ്ങനെ ചുട്ടെടുത്ത് കഴിക്കുന്നതിനേക്കാളും ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. ഇക്കാക്കുണ്ടാക്കി കൊടുക്കുന്ന ഒട്ടപ്പം ചെറിയ ചെറിയ ദോശകളായിട്ട് അതിൽ നന്നായിട്ട് ഹോളൊക്കെ വന്നിട്ടാണ്. പക്ഷെ ഇന്നെന്തോ ചെയ്തത് ശരിയാവാത്തത് കൊണ്ട് ഹോളൊന്നും വന്നില്ല. പക്ഷെ ടേസ്റ്റിനൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. എനിക്ക് ഓഫീസിലേക്ക് പോകാൻ റെഡിയായി വന്നതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ഫുഡ് കഴിച്ചു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് അത്രയ്ക്ക് ഓക്കെ ആയ വീഡിയോ അല്ല എന്ന് എനിക്കറിയാം. എന്നാലും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.